എടാ പിള്ളേരെ, നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫോട്ടോ കീച്ചെയിൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ കണ്ടിട്ട് വരണേ. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ റൈറ്റിംഗ്സ് ഉള്ള സൈഡ് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഫോട്ടോ സൈഡ് ചെയ്യാം. അതിന് ആദ്യം റൈറ്റിംഗ്സ് റെഡിയാക്കിയ സൈഡ് ഫെവിക്കോൾ തേച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫോട്ടോ വയ്ക്കുന്ന സൈഡിൽ നിന്നും റെസിൻ ലീക്കായി പോയാലും റൈറ്റിംഗ്സ് ഉള്ള സൈഡ് ചീത്തയാകില്ല. ഇനി നമുക്ക് ഫോട്ടോസ് കീ ചെയിൻ ബേസിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ സൂപ്പർ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്നൊട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 3 കീ ചെയിൻ ബേസിലും ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മിക്സ് ചെയ്ത റെസിൻ 4 to 5 മിനിറ്റ്സ് വച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ആദ്യം ഒരു തിൻ ലെയർ റെസിൻ ഫോട്ടോയിൽ തേച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, തേച്ച് തന്നെ കൊടുക്കണം. അതും കട്ടി കുറച്ച്. എന്നിട്ട് ഒരു 4 to 5 മിനിറ്റ്സ് വീണ്ടും വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും കുറച്ച് കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഒക്കെ ഫോട്ടോയുടെ മുകളിൽ വരും. അപ്പോൾ ലൈറ്റർ യൂസ് ചെയ്ത് ബബിൾ പോപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി റെസിൻ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കീച്ചെയിനിന്റെ എല്ലാ സൈഡും ആകുന്ന രീതിയിൽ വേണം റെസിൻ ഒഴിച്ചു കൊടുക്കാൻ. വീണ്ടും ബബിൾസ് വരുന്നെങ്കിൽ വീണ്ടും ലൈറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പൊടിയൊന്നും വീഴാതിരിക്കാൻ എന്തെങ്കിലും വെച്ച് മറച്ചു വെക്കണം. 24 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കീച്ചെയിൻ ലീക്ക് ആയിരിക്കുന്നു. ഡോണ്ട് വെറി, ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒലിച്ചുപോയ റെസിൻ എളുപ്പം ഇളക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ളൂ. സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും അല്പം പാടുള്ള പണിയാണ്. ഈ കീച്ചെയിൻ ചെയ്തെടുക്കാൻ എനിക്ക് 3-4 ഡേയ്സാണ് വേണ്ടി വന്നത്. അപ്പോൾ ഓർഡർ തന്നിട്ട് ഇന്ന് കിട്ടൂലേ നാളെ കിട്ടൂലേ എന്ന് ചോദിക്കുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ ബിഗിനർ റെസിൻ ആർട്ടിസ്റ്റിന് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മടിക്കാതെ കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ബിഗിനർ റെസിൻ ആർട്ടിസ്റ്റായ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയ വീഡിയോസിനായി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.